നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അവന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൽ നിന്നുള്ള ഏകജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ മുമ്പനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. എന്നാൽ അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കാരണം നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ ഈശോ മിശിഹാ വഴി വന്നു. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവനെ വെളിപ്പെടുത്തിയത്. കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരുണ്ട്. അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് പറയുന്നത് ആർക്കും പിടികിട്ടിയല്ല. കാരണം വലിയ ദാർശനികരാണെന്നാണ് അവരുടെ ചിന്താഗതി. ഏതാണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു കേൾക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെയാണ്, പെട്ടെന്നൊന്നും പിടികിട്ടുകയില്ല. ഉദാഹരണമായിട്ട് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദ്യം ഇങ്ങനെ തുടങ്ങുന്നു. നമുക്ക് എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് പിടികിട്ടിയല്ല. കാരണം ഒരു പശ്ചാത്തലമുണ്ട്. 4 സുവിശേഷങ്ങളിലെ മത്തായി, മർക്കോസ്, ലൂക്കായിലെ സുവിശേഷങ്ങളൊക്കെ കുറെ കൂടി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. യോഹന്നാന്റെ സുവിശേഷം വരുമ്പോൾ അതിന് വ്യത്യാസം ഇതാണ്. യോഹന്നാൻ വചനം പ്രസംഗിച്ചത് കൂടുതലും എഫേസസിലെ ഗ്രീക്കിലെ സഭയിലാണ്, അല്ലെങ്കിൽ ഗ്രീക്കിലെ ആളുകളോടാണ്. അവിടെയായിരുന്നു സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന ദാർശനികരായ ആളുകൾ, തത്വജ്ഞാനികളൊക്കെ ഉണ്ടായിരുന്നത്. അവരുടെ സ്വാധീനത്തിൽ അവർ ഗ്രീക്കുകാരെല്ലാം വളരെ അന്ന് താത്വികമായിട്ട് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഡിബേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ സംസാരിച്ചാൽ മാത്രമേ അവരുടെ ഇടയിലേക്ക് വചനം എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവരെ സംബന്ധിച്ച് വചനം എന്ന് പറയുന്നത് ലോഗോസ് എന്നൊരു വാക്കുണ്ട്. അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് അത് ഗഹനമായ വാക്കാണ്. അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന വേറൊരു പ്രപഞ്ചമുണ്ട്, ഇതിന് പാരലലായിട്ട്. ആ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിനെ അവർ പറയുന്ന ആ ശക്തിക്കാണ് ലോഗോസ് അല്ലെങ്കിൽ വചനം എന്ന് പറയുക. അതുകൊണ്ട് യോഹന്നാൻ സമർത്ഥിക്കുന്നത് ആ വചനമാണ് ദൈവം. ആ വചനം മാംസം ധരിച്ചതാണ്, മനുഷ്യരൂപമെടുത്തതാണ് ഈശോ മിശിഹാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന പ്രപഞ്ചശക്തിയാകുന്ന വചനം ഈശോ മിശിഹായാണ്. ഇനി നമ്മൾ വചനം എന്ന വാക്കിന് പകരം ഈശോ എന്ന വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. ആദിയിൽ വചനം ഉണ്ടായിരുന്നതിന് പകരം ആദിയിൽ യേശു ഉണ്ടായിരുന്നു. വചനം അല്ലെങ്കിൽ ഈശോ ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ യേശു ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവരിൽ കൂടെ സംഭവിച്ചു. അപ്പോൾ വചനം എന്ന് പറയുന്ന ആ നിങ്ങൾ പറയുന്ന ആ ശക്തി എന്ന് പറയുന്ന ഈശോ മിശിഹാ വഴിയാണ് എല്ലാം സംഭവിച്ചത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉണ്ടാകട്ടെ എന്ന് ദൈവം പറയുമ്പോൾ ഓരോന്നോരോന്ന് ഉണ്ടാവുകയാണ്. ഈ 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിലും ദൈവം കായികമായി ഒന്നും അധ്വാനിക്കുന്നില്ല, എല്ലാം വാക്കുകളുടെ ശക്തിയിലാണ്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, ഈ ആദിയിൽ തന്നെ ഈ വചനം അനാദി മുതലേ ഉണ്ട്. അവൻ ദൈവമാണ്, അവൻ ദൈവത്തോട് കൂടെയാണ്, അവൻ മാംസം ധരിച്ചു എന്ന് പറഞ്ഞാൽ മാംസത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, മാംസം ജഡികമാണ്, പാപമാണ് എന്നുള്ള അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ മാംസം എന്ന് പറയുന്നത് മനുഷ്യരൂപമെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വചനമാകുന്ന ക്രിസ്തുനാഥൻ മാംസം ധരിച്ചു. അതായത് പാപികളായ ജഡികളായ നമ്മളോടൊത്ത് നമ്മുടെ തന്നെ രൂപം സ്വീകരിച്ചുകൊണ്ട് അവൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഇനി അവൻ പറയുകയാണ്, അവൻ വചനം മാംസം ധരിച്ച് നമ്മുടെ കൂടെ കൂടാരം അടിച്ചു. നമ്മൾ കൂടാര യോഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്. എന്താണ് ഈ കൂടാരം എന്ന് പറയുന്നത്? അതിനൊരു പഴയ നിയമത്തിലെ അർത്ഥമുണ്ട്. അതായത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വിമോചിതരായ ശേഷം അവരുടെ പാപത്തിന്റെ ഫലമായിട്ട്
40 സംവത്സരക്കാലം നാടോടികളായിട്ട് അല്ലെങ്കിൽ കൂടാരം അടിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്യേണ്ടി വന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ദൈവം തന്നെ മോശയ്ക്ക് നൽകിയ നിർദ്ദേശം അനുസരിച്ച് അവർ കൂടാരം അടിക്കുന്ന ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കൂടാരം അടിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അവരെ 12 ഗോത്രങ്ങളായി തിരിച്ചിട്ടുണ്ട്. നടുക്ക് ഒരു കൂടാരം, ദൈവത്തിന് സമാഗമ കൂടാരമുണ്ട്. അവിടെയാണ് ടാബർനാക്കളെല്ലാം ഉള്ളത്, അല്ലെങ്കിൽ ദൈവവും മനുഷ്യരും തമ്മിൽ ഒന്നിച്ചു ചേരുന്ന പ്രാർത്ഥനാലയം. അതിന്റെ കുരിശാകൃതിയിൽ 4 ദിക്കുകളിലായിട്ട് 3 ഗോത്രങ്ങൾ വീതം തമ്പടിക്കും. അങ്ങനെ കുരിശാകൃതിയിൽ അതിന്റെ മധ്യഭാഗത്ത് അവർക്ക് ഒരു സമാഗമ കൂടാരമുണ്ട്. അവിടെ പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ നോക്കുന്നത് ഈ ദൈവത്തിന്റെ കൂടാരത്തിലാണ്. കാരണം ജനങ്ങൾക്കിടയിൽ താൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിനിടയില് ദൈവം കൂടാരം അടിച്ചിരിക്കുകയാണ്. അവിടെയാണ് ജനങ്ങൾ ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കുക. അവിടെയാണ് മോശ വഴിയായി നൽകപ്പെട്ട 10 കൽപ്പനകളുടെ 2 കൽപ്പലകകൾ, അഹറോന്റെ വടിയിൽ, അതുപോലെ തന്നെ അവർക്ക് നൽകിയ മന്നായുടെ ഒരു സ്വർണ്ണ പാത്രത്തിലുള്ള ഒരു ഭാഗം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ടാബർനാക്കള് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ സമാഗമ കൂടാരത്തിന്റെ മുകളിൽ ഒരു ദൈവത്തിന്റെ മേഘം വന്ന് നിൽക്കുമായിരുന്നു. അതിനാണ് ഷെക്കീന ക്ലൗഡ് എന്ന് പറയുക, തിരുസാന്നിധ്യത്തിന്റെ മേഘം. അത് ബൈബിൾ പറയുന്ന വാക്കല്ല, യഹൂദ നേതാക്കന്മാര്, യഹൂദ പ്രമാണിമാർ നൽകിയ വാക്കാണ്. അതായത് തിരുസാന്നിധ്യത്തിന്റെ മേഘം, മേഘത്തിന്റെ രൂപത്തിലാണ് അവരെ ദൈവം അയച്ചിരുന്നത് എന്നും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യോഹന്നാൻ പറയുമ്പോൾ വചനം, അതായത് ഈശോ മാംസം ധരിച്ച് മനുഷ്യരൂപം എടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വന്ന് വസിച്ചു. ഈശോ 33 സംവത്സരക്കാലം നമ്മുടെ ഇടയിൽ മനുഷ്യരൂപം എടുത്ത് നമ്മുടെ കൂടെ വസിച്ചു. എന്നിട്ട് പറയുകയാണ്, അവന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു. ആരാണ്? ഈ അപ്പസ്തലന്മാർ ദർശിച്ചു. പ്രത്യേകിച്ച് ഈശോയുടെ മഹത്വം അക്കാലത്തുണ്ടായിരുന്ന വിശ്വാസികൾക്കെല്ലാം അവന്റെ മഹത്വം ദർശിക്കുവാൻ സാധിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ കാരണം ഈശോ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നുണ്ട്. അത് കൂടാതെ 12 അപ്പസ്തലന്മാർ ഈശോയുടെ പല കാര്യങ്ങളും കൂടുതലായി ദർശിച്ചു. അതിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 3 പേര്, പത്രോസ്, യാക്കോബ്, ഈ സുവിശേഷകനായ യോഹന്നാനും കർത്താവിന്റെ മഹത്വം കൂടുതലായിട്ട് ദർശിക്കുവാനിടയായി. ജായിസിന്റെ പുത്രിയെ ഉയർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധികാരിയുടെ മരിച്ചുപോയ മകളെ ഉയർപ്പിക്കുന്നു. അതുപോലെ തന്നെ നായിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നുണ്ട്. ഒരു വാക്കാൽ തന്നെ ലാസറിന്റെ ശവകുടീരത്തിൽ നിന്ന് 4 ദിവസമായ ആ അഴുകിയ ശരീരം ഉണ്ടെന്ന് വിചാരിച്ചിരുന്ന അവിടെ നിന്നാണ് ലാസറെ പുറത്തു വരിക. ആ ഒരു വചനത്തിന്റെ ശക്തിയാണ് അവിടെ കാണുക. അവിടെ ഈശോയും വെറും വചനത്താൽ തന്നെ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്ന മഹത്വം ഞങ്ങൾ ദർശിച്ചു. താബോർ മലയിൽ ഞങ്ങൾ അവിടെ പോയി അവിടെ മോശയും അതുപോലെ തന്നെ എലിയ പ്രവാചകൻ സ്വർഗീയമായ മഹത്വത്തിൽ ഞങ്ങൾ ദർശിക്കുകയുണ്ടായി. കർത്താവിന്റെ സ്വർഗാരോഹണം ഞങ്ങൾ ദർശിക്കുകയുണ്ടായി. പത്മോസ് ദ്വീപിൽ വെച്ച് ഈ യോഹന്നാൻ സുവിശേഷകന് ദൈവത്തിന്റെ ദർശനം അല്ലെങ്കിൽ സ്വർഗം തുറക്കപ്പെട്ട് ആ സ്വർഗത്തെ മുഖാമുഖം കാണുകയുണ്ടായി. അങ്ങനെയുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് പറയുന്നത് അവന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു. വിശ്വാസമുള്ളവർക്ക് അത് കാണാൻ പറ്റത്തുള്ളൂ. മറ്റൊന്ന്, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. പിതാവിന്റെ ഏകജാതൻ, നമ്മളെല്ലാം പിതാവിന്റെ മക്കളാണെങ്കിലും ഒരു ഏകജാതൻ എന്ന് പറയുന്നത് ഈശോയാണ്. കാരണം അതൊരു യുണീക്കാണ്. അനാദി മുതൽ ദൈവത്തോടു കൂടെയുള്ള ദൈവത്തിന്റെ ഏകജാതൻ ആളാണ് ഈശോ മിശിഹ. അവൻ വഴിയാണ് കൃപ ലഭിച്ചത്. ഗ്രേസ്, കൃപയ്ക്കുമേ കൃപ ലഭിച്ചു എന്നാണ് പറയുക. എന്നാൽ കൃപ എന്ന് പറയുന്നത് അതിനും വളരെ ആഴമായ അർത്ഥമാണ് യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ഗ്രീക്കുകാർക്ക് ഉള്ളത്. കൃപ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ വരപ്രസാദം, ഇങ്ങനെയുള്ള അതാണ് ഇസ്രായേൽ ജനത്തിന് അത് പാപം ചെയ്യാതിരിക്കുന്ന അവസരത്തിലെല്ലാം ദൈവത്തിന്റെ കൃപ അവരോടൊത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പുത്രൻ വഴിയാണ് ഈ ലോകത്തിലേക്ക് കൃപ കടന്നു വരുന്നത്. അത് പണ്ട് മുതലേ കൃപ ലഭിക്കുന്നുണ്ടെങ്കിലും കൃപയ്ക്കുമേ കൃപ, ഏറ്റവും കൂടിയ കൃപ ലഭിക്കുന്നത് ഇവൻ വഴിയാണ്. കാരണം ആദ്യ ഭാവത്തെ എടുത്തു കളയുന്നവനാണ് ഈ പുത്രൻ തമ്പുരാനായ ഈ മിശിഹ. അതോടൊപ്പം തന്നെ കൃപയും സത്യവും നിറഞ്ഞതാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്.
ഈശോയ്ക്ക് മാത്രമാണ് ഈ ലോകത്തിന്റെ സത്യങ്ങൾ അറിയാവുന്നത്. ശാസ്ത്രജ്ഞന്മാർ ധാരാളം ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഭൗതികമായ ഗവേഷണങ്ങളെ നടത്താൻ ഒക്കത്തുള്ളൂ. എങ്കിലും കടലിന്റെ ആഴങ്ങളിലേക്കോ ഈ ആകാശത്തിന്റെ എല്ലാ അതിർത്തികളിലേക്കോ ഈ ഭൂമിയുടെ തന്നെ എല്ലാ കാര്യങ്ങളോ വിശകലനം ചെയ്ത് പഠിക്കുവാൻ ഇതുവരെയും ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മനുഷ്യന് പരിമിതമായ അറിവുകൾ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ലഭിക്കുകയുള്ളൂ. എന്നാൽ എല്ലാ സത്യങ്ങളും അറിയാവുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവത്തിന്, ആ ദൈവത്തോടു കൂടിയ ദൈവത്തിന്റെ സമനായ ദൈവത്തിന്റെ ഏകജാതനായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അവനാണ് സത്യം, അവനിലൂടെ കൃപയും അവനിലൂടെ സത്യവും, അവനാണ് സത്യം വെളിപ്പെടുത്തിയത്. പക്ഷെ നമ്മൾ പലപ്പോഴും അസത്യത്തിന്റെ പിന്നാലെ പോകുന്നു. യോഹന്നാൻ എന്ന് പറയുന്നത് സ്നാപക യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ വിളിച്ചു പറയുന്നത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, എന്നേക്കാൾ മുമ്പനാണ്. കാര്യം യോഹന്നാനാണ് 6 വയസ്സ് മൂത്തത് എങ്കിലും എനിക്ക് മുമ്പേ അവനുണ്ടായിരുന്നു. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ദൈവത്തോടു കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ പറ്റിയാണ് പറയുക, അവൻ എന്നെക്കാളും മുതിർന്നവനാണ്, എന്നേക്കാൾ അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കാരണം നിയമം മോശ വഴി നൽകപ്പെട്ടു, പക്ഷേ കൃപയും സത്യവും നമുക്ക് നൽകുന്നത് ഈശോ മിശിഹാ വഴിയാണ്. വീണ്ടും യോഹന്നാൻ പറയുകയാണ്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ഈ മുഖാമുഖം മോശ കണ്ടിട്ടില്ലേ? മോശയ്ക്ക് മുഴുവനായി ദൈവത്തെ കാണാൻ സാധിച്ചിട്ടില്ല. നമുക്ക് നട്ടുച്ച നേരത്ത് സൂര്യനെ നേരിട്ട് നോക്കാൻ പറ്റുന്നില്ല, കാരണം അതോടുകൂടി നമ്മുടെ കണ്ണുപോകും, നട്ടു നേത്രങ്ങളോട് നോക്കിയാൽ എന്ന് പറയുന്നത് പോലെ ദൈവത്തെ ഈ ഭൂമിയിൽ ആർക്കും നേരിട്ട് കാണാൻ പറ്റത്തില്ല. എന്നാൽ ഈശോ മാംസം ധരിച്ചപ്പോൾ ആ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് പഴയ നിയമത്തില് ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നത്. പക്ഷെ ഈശോ മിശിഹാ മനുഷ്യരൂപം എടുത്തപ്പോൾ ആ മനുഷ്യരൂപത്തിലുള്ള ഈശോയുടെ രൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈശോ എന്ന് പറയുന്നത് വചനം മാംസം ധരിച്ചതാണ്. അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ സഹവസിച്ചു. അവനിലൂടെ കൃപയുണ്ടായി, അവനിലൂടെ സത്യം നമുക്ക് നൽകപ്പെട്ടു. അവൻ യുണീക്കായിട്ടുള്ള ഏകജാതനാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, വചനം എന്ന് പറയുന്നത് ശക്തിയുള്ളതാണ്. അതായത് ദൈവത്തിന്റെ വാക്കുകൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ ആ വാക്ക്, അത് ആ വചനം എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. ആ ഈശോ മിശിഹായുടെ വചനത്തിലൂടെ നമുക്ക് സത്യം എന്താണെന്ന് വെളിപ്പെടുത്തി. എന്നാൽ ആ വചനം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ആ വചനമാണ് വചന ശുശ്രൂഷയിലൂടെ കുർബാനയുടെ ആദ്യ ഭാഗത്തും പങ്കുവയ്ക്കുക. പക്ഷേ നമ്മളുടെ വചനങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് വരികിൽ അത് അപകടകാരിയാണ്. എന്നാൽ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, സത്യം നമ്മൾ പറയുമ്പോൾ, സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ, സത്യത്തിന് വേണ്ടി നാം ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ നമ്മൾ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുകയുമാണ്. പലപ്പോഴും നമുക്ക് പറ്റുക വ്യാജ പ്രമാണികന്മാരെ നമ്മൾ ശ്രമിക്കുവാൻ ഇടയാകും. അവരുടെ സ്വാധീനം നമ്മളിൽ ഉണ്ടാകും. അങ്ങനെയാണല്ലോ ആദിമാതാപിതാക്കന്മാരെ സാത്താൻ അവന്റെ വാക്കിലൂടെ വഴിതെറ്റിക്കുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്തത്. ആ സാത്താന് സ്വാധീനമുള്ള തത്വശാസ്ത്രജ്ഞന്മാരും ആളുകളും സാധാരണക്കാരായ ആളുകളും വഴിതെറ്റിക്കുന്ന മാധ്യമങ്ങളും ഒക്കെ ഇന്ന് നമ്മളെ സ്വാധീനിക്കുകയും നമ്മളെ വഴിതെറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല വാക്കുകൾ ശ്രമിക്കുവാനും, നല്ല വാക്കുകൾ പങ്കുവയ്ക്കുവാനും, നല്ല സത്യം തന്നെ ശ്രമിക്കുവാനും, സത്യം തന്നെ പങ്കുവയ്ക്കുവാനും, സത്യത്തെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുവാനും തയ്യാറായില്ലെങ്കിൽ നമ്മളും ആത്മീയമായ അപകടത്തിലേക്ക് ചെന്നെത്തും. വാക്കിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ജഡ്ജി ഒരു വാക്കുകളിലൂടെയാണ് ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിക്കണമോ അവനെ രക്ഷിക്കണമോ എന്ന് തീരുമാനിക്കുന്നത്. പീലാത്തോസിന്റെ വചനമാണ് ഈശോയെ കുരിശിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ശതാധിപൻ ഈശോയോട് പറഞ്ഞത്, എന്റെ കീഴിലും അധികാരികളും ജോലിക്കാരുണ്ട്, അവരോട് ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു. വാക്കിന്റെ ശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് വാക്ക് ഇരുതലവാൾ പോലെ മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരാളിനെ മാനസികമായി തകർക്കാൻ പറ്റും, ആത്മഹത്യയിലേക്ക് നയിക്കുവാൻ സാധിക്കും, ജീവിത പങ്കാളിയെ നശിപ്പിക്കുവാൻ സാധിക്കും, കുടുംബത്തെ തകർക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുവാനും, അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ വരുന്ന വിഡ്ഢിത്തരങ്ങളും കള്ളസത്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ അന്ധമായി വിശ്വസിക്കാതെ വിവേകത്തോടെ സൂക്ഷിച്ച് സ്വീകരിക്കുവാനും നമ്മൾ ശ്രമിക്കണം.
അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ കൃപ നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ദൈവത്തിന്റെ കൃപ നൽകുവാൻ നമ്മുടെ കാരുണ്യം, നമ്മുടെ സ്നേഹം, നമ്മുടെ കരുതൽ, നമ്മുടെ സംരക്ഷണം, അത് ജീവിത മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സമൂഹത്തിലെ നമ്മുടെ സഹായം ആവശ്യമായിട്ടുള്ളവർക്ക് എല്ലാവർക്കും നൽകുവാനായിട്ട് കൃപ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ കൃപ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, ദൈവം നമ്മുടെ ഇടയിൽ മാംസം ധരിച്ച് കൂടാരം അടിച്ചുവെങ്കിൽ ആ വചനം തന്നെയായ ഈശോ മിശിഹ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മളോട് വചനം പങ്കുവയ്ക്കുക മാത്രമല്ല, അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തില് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് ജീവൻ നൽകുന്ന അപ്പമായി മാറുകയാണ്. അവൻ നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു വസിക്കുകയാണ്. ആ കൂടാരത്തിലാണ് നമ്മൾ ഇപ്പോൾ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാം കൂടാരങ്ങൾ, നമ്മുടെ എല്ലാം ഭവനങ്ങളുടെ മധ്യത്തില് നമ്മൾ ദൈവത്വവും നമ്മളും തമ്മിൽ സമാഗമിക്കുവാനായിട്ട്, ഒന്നിച്ചു ചേരുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, ഈശോയെ ശ്രമിക്കുവാനായിട്ട്, ഈശോയെ കാണുവാനായിട്ട്, ഈശോയെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒന്നിച്ചു കൂടുന്ന ആലയമാണ് വിശുദ്ധ നമ്മുടെ ദേവാലയം. അത് വിശുദ്ധമായി, മനോഹരമായി, ഭംഗിയായി, ദിവ്യമായി സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ആ ദേവാലയത്തിൽ നമുക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയത്തിൽ വന്ന് ആ ദൈവത്തെ ആരാധിക്കുവാനും, ദൈവത്തെ ബലിയർപ്പിക്കുവാനും, നമ്മുടെ കാഴ്ചകൾ സമർപ്പിക്കുവാനും, ദൈവത്തിന്റെ കൃപ സ്വീകരിക്കുവാനുമുള്ള ആ സമാഗമ കൂടാരമാണ് നമ്മുടെ ദേവാലയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആലയത്തിൽ നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചിരിക്കുന്ന ആ വചനമാകുന്ന മാംസം ധരിച്ച ആ ദൈവത്തിന്റെ കൃപ നമ്മൾ സ്വീകരിക്കുവാൻ, ആ സത്യത്തെ മാത്രം